മാധു ഇനി കളിക്കാൻ പോന്നില്ലേ? ഇനി ഇരി. കൊച്ചേന്റെ കാലത്തുള്ള മണ്ടത്തരം നിങ്ങളെന്നൊക്കെ പറഞ്ഞില്ലാലോ. നിങ്ങൾ പറഞ്ഞേ ഇവിടെ ഇരി. ഇല്ലേ? അതിനി നമ്മളടുത്ത് കുത്തിരിക്കണ്ടേ? ഞാൻ പറയാൻ കുത്തിരിക്കുമ്പോ ഇനി മണ്ടുമല്ല. ഇപ്പോഴെങ്കിലും എനിക്ക് കേട്ട ബുദ്ധി തോന്നിയല്ലോ. എന്തായാലും കേട്ടോ, 2012 ഞമ്മളൊക്കെ ഒച്ചയങ്ങാടി മാതളയും ശ്യാമളയും കൂടിയിട്ട് കളിക്കാൻ പോയി. എന്നിട്ട് 41 റണ്ണിന് ഔട്ടായി. 41 റണ്ണിനോ? 41 തന്നെ. അനക്ക് നല്ല ഓർമ്മ ഉണ്ട്. നിന്റെ സംശയം കേട്ടാല് ഇഞ്ഞാ റണ്ണെടുത്തെന്ന് തോന്നും. കൊച്ച പറഞ്ഞത് 42 ഓന് അങ്ങനെ പറഞ്ഞാ? എന്നാ ചോദിച്ചിട്ട് തന്നെ കാര്യം. നിങ്ങൾ കുത്തിരി, ഞാൻ ചോദിക്കട്ടെ. കുത്തിരി, ഞാൻ ചോദിക്കട്ടെ. ബാക്കി പരി. അതിന് നമ്മള് ഏടിയാ പറഞ്ഞെത്തിയേ? കൊച്ചിയങ്ങാടി. കൊച്ചിയങ്ങാടിയില്. കൊച്ചിയങ്ങാടി തന്നെ. കളിക്കുന്നതിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായി. കൊച്ച ഔട്ട് വിട്ടിരുന്നില്ല. ഞമ്മള് വിക്കറ്റ് എടുത്ത് ഓടി. അതെന്തിനാ ഓടിയത്? നിങ്ങൾക്ക് നടന്നു പോയാ പോരായിരുന്നു? ഒരറ്റ ഒന്ന് തന്നാലുണ്ടല്ലോ. അങ്ങനെ ഓടിയല്ല ഇബിലീസേ. പാഞ്ഞില്ലേന്നോ പറഞ്ഞിട്ട് പാഞ്ഞില്ലേന്നോ ും പറഞ്ഞിട്ട് തുരുതുരാ കല്ലെറിഞ്ഞു. ഒരു കല്ല് സുറാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട്, അവിടുന്ന് സുറാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട്. അതുമില്ല, ബോൾ എടുത്തോണ്ട് ചവിട്ടി കൊലവളിക്കണം. മാധു എടുത്തിട്ട് നിങ്ങളറിയാണ്ട് ഓമ്പോയിക്ക് പിടിച്ചോ. ഇനി ഇവിടെ ചെറുത്താനെ കഥ പറഞ്ഞ് കൂടിയല്ലേ. എന്റെ മജ്ജത്ത് ഞാൻ എടുക്കൂ. എനിക്ക് നിക്ക് ബിലീസ, നിക്ക്. എടാ നിക്ക് ബിലീസ, നിക്ക് കൊന്ത്രം പല എന്തെടുക്കുവാ കുറിഞ്ചിപ്പട്ടി. ആ ചെറുത്താനെ പോയി പിടിക്കറാ. നമ്മളെ കളിവാക്കി നടക്കൂല. ചെറുത്താനെ നിക്കടാ, നിക്ക് ചെറുത്താനെ ഇബിലീസായി നിക്ക്. എന്റെ പൈസ കൊണ്ടോ മുങ്ങിയേക്ക്. ഇതൊക്കെ കുറിഞ്ചിപ്പട്ടീന്റെ ബുദ്ധിയാ. കപ്പലണ്ടിയും കുറിഞ്ചിപ്പട്ടിയും കൂടിയിട്ടാ ഈ ബുദ്ധി മാതുക്ക് പറഞ്ഞു കൊടുത്തേ. കപ്പലണ്ടീനാ ഈ പരിസരത്തങ്ങ് കണ്ടിട്ടുണ്ടെങ്കില് ഈ ഒലക്ക എടുത്തിട്ട് തച്ചങ്ങ് കൊന്നളക്കി. മാധു ഇനി കളിക്കാൻ പോന്നില്ലേ?